ഇന്ന് ചട്ടിയും കലും നെല്ലിക്കൊക്കെ പിടിച്ചിട്ടാണ്. നമുക്ക് ഒത്തിരി പേര് ചോദിക്കുന്നത് കരിനെല്ലിക്ക ഉണ്ടോ എന്നുള്ളത് നമ്മുടെ എൻക്വയറിയിൽ ഏറ്റവും കൂടുതലുള്ള സാധനം കേട്ടോ. നമ്മൾ ഇത്രയും നാളും ചെയ്യാതിരുന്നത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല നാടൻ നെല്ലിക്ക കിട്ടാത്തതുകൊണ്ടാണ്. ഇതിപ്പോ എനിക്ക് വയനാട്ടിൽ നിന്ന് കുറച്ച് നെല്ലിക്ക കിട്ടിയതാട്ടോ. നല്ല കുഞ്ഞു നെല്ലിക്കയില്ലേ, ഇത് കണ്ടോ, ഇങ്ങനത്തെ നെല്ലിക്ക വേണം കേട്ടോ. നമ്മുടെ ഇവിടെ നമുക്ക് നാട്ടിൽ കിട്ടുന്ന മറ്റേ വലിയ നെല്ലിക്ക കിട്ടിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് കരിനെല്ലിക്ക ഉണ്ടാക്കിയ രസം ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും നാളും ചെയ്യാതിരുന്നത്. അപ്പൊ നമുക്ക് കരിനെല്ലിക്ക ചെയ്യാം. പക്ഷെ കരിനെല്ലിക്ക ഇപ്പൊ ആരും ചോദിക്കരുത്. ഒരു 30 ദിവസം 35 ദിവസം കഴിയുമ്പോ ഞാന് നിങ്ങൾക്ക് കരിനെല്ലിക്ക ഫുള്ള് പ്രിപ്പയർ ചെയ്തിട്ട് അതിന്റെ ഇത് കാണിച്ചു തരാം. അന്നേരം നമ്മുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ ഈ ചെയ്തു വെച്ച സാധനം, അന്നേരം ഞാൻ നിങ്ങൾക്ക് തരാം കേട്ടോ. അതുവരെ ആരും കരിനെല്ലിക്ക ചോദിക്കരുതെന്ന്. അപ്പൊ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. 10 കലത്തിലായിട്ടാണ് കരിനെല്ലിക്ക വെക്കുന്നത്. അപ്പൊ ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ടൊന്നും തീരെയല്ല, ഒത്തിരി ദിവസം വേണം. 30 ദിവസം എന്നാണേലും വേണം കേട്ടോ. 30-35 ദിവസം പിടിക്കും റെഡിയായി എല്ലാം സെറ്റായി വരണമെങ്കിൽ. അപ്പൊ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പൊ ഞാനൊരു 10 കലം എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മള് 10 കലം എടുത്തോണ്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് കഴുകി റെഡിയാക്കി ഉണക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ അകത്ത് അടിയിൽ കറിവേപ്പില നന്നായിട്ട് അടുക്കാം. ഇനി നമുക്ക് നമ്മുടെ നെല്ലിക്ക ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. കുഞ്ഞ നെല്ലിക്കയാണ് കേട്ടോ, കണ്ടോ. കല്ലുപ്പിടാം, കല്ലുപ്പേ ഇടാവുള്ളേ. ഇത് കണ്ടോ, നമ്മുടെ കുരുമുളക് കയറി ഇപ്പൊ പറിച്ചതാ കേട്ടോ. ഇതുണ്ടോ, അങ്ങനെ തന്നെ പച്ചക്കുരുമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഒരു പിടുത്തം കാന്താരി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഇഞ്ചി ചതച്ചത്, പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇത്രയും സാധനം ഇട്ട് കൊടുക്കാം. ഇനി ഇതിന്റെ മുകളില് ബാക്കി ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പൊ ദേ ഇനി നമുക്ക് ഇതിന്റെ അകത്തെല്ലാം വെള്ളം ഒഴിച്ച് ഇത് മൂടി കെട്ടി ഒരു 35 ദിവസം കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ഇത് അടയ്ക്കാൻ പോവാണേ. അടച്ചു കഴിഞ്ഞാൽ പിന്നെ കുറെ ദിവസം കഴിഞ്ഞ് തുറക്കുള്ളൂ ഇത്. അതെ, ഞാൻ ഒരു 30 ദിവസം മുന്നേ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന്റെ ബാക്കി എടുക്കാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ നെല്ലിക്ക അന്ന് നല്ല പുതിയ കലമൊക്കെ ആയിരുന്നു കേട്ടോ. എല്ലാം നെല്ലിക്ക ഇരിഞ്ഞ് ഒരു പരുവായിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ഇതിനകത്ത് എന്താ കുപ്പിന്ന് ഭൂതത്തിനെ കലത്തിന്ന് നമുക്ക് ഭൂതത്തിനെ തുറക്കാതെ ഈ കലത്തിൽ എന്താ ഭൂതം എന്ന് നിങ്ങൾക്ക് കണ്ടേ. അപ്പൊ അല്ല, ഞാൻ ഈ വീഡിയോ ഇടും, അല്ല പഴയ വീഡിയോ കൂടെ കൂട്ടിയിട്ടല്ലേ ഇതിന്റെ കൂട്ടത്തിലിടാം. അപ്പൊ പിന്നെ അറിയാലോ എന്താ സാധനം. ഒന്ന് തുറക്കാം. ഇത് ഭയങ്കര കുറച്ചായിട്ടുണ്ടാക്കാം അവന്, കാരണം എങ്ങനെ ഉണ്ടാക്കണേലും 30 ദിവസം വേണമല്ലോ. അപ്പൊ അതുകൊണ്ട് വാഴയില മാറ്റാം. ഇതിന്റെ സ്മെല്ലെന്റെ പൊന്നെ ഒരു രക്ഷയില്ല. ഇത് നോക്കി, ഇതുണ്ടോ, നമ്മുടെ നെല്ലിക്ക മൊത്തം നല്ല, ഇത് നാടൻ നെല്ലിക്ക ആണെങ്കിൽ കേട്ടോ ഇങ്ങനെ അലുത്ത് പോകാതെ കിട്ടുള്ളൂ. നെല്ലിക്ക മൊത്തം നല്ല അലുത്ത് നല്ല സെറ്റ് നല്ല റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, കുരുമുളകും എന്റെ കൈയൊന്നും കണ്ടിട്ട് ആരും പേടിക്കണ്ട കേട്ടോ. മൊത്തം ഇത് കണ്ടോ ചെളിയായിട്ടുണ്ട്. അപ്പൊ ഞാനിത് കണ്ടോ, അപ്പൊ ഈ എല്ലാ കാലത്തിനകത്തും ഉള്ളത് നമ്മുടെ സ്വന്തം കരിനെല്ലിക്ക റെഡി ആയതാട്ടോ. കയ്യെ ചെളിയായി ആ കാലത്തേലെ കരി. അപ്പൊ നമുക്ക് ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, ഇത് നമുക്ക് നല്ല മഴയും വരുന്നുണ്ട്. മഴ പെയ്യാനാന്ന് തോന്നുന്നല്ലേ, ഭയങ്കര കാറ്റേ. അപ്പൊ ഞാനിത് വെട്ടത്തിന് വേണ്ടിയിട്ട് നിങ്ങളെടുത്ത് കാണിച്ചതേ ഉള്ളൂ. ഇനി നമുക്കിത് കൊണ്ടുപോയിട്ട് നമുക്ക് ഉള്ളി ഇഞ്ചിയും കരിയാപ്പിലയൊക്കെ വഴറ്റിയിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്തെടുത്താല് നല്ല സൂപ്പർ കരിനെല്ലിക്ക ആവും കേട്ടോ. പക്ഷെ ഇത് ആകപ്പാടെ ഇത്ര ഉള്ള. ഇനി ഒരു കരിനെല്ലിക്ക ആവണമെങ്കിൽ പിന്നെ 30 ദിവസം കഴിയണ്ടേ. എന്നാലും ഞാൻ അടുത്തത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ കരിനെല്ലിക്ക വേണ്ടവര് വാട്സപ്പ് ചെയ്തോട്ടോ. ബൈ.